കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴ പോലീസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടയിൽ പുഴയിൽ ചാടിയ കാപ്പ കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസും ഫയർഫോഴ്സും ഊർജിതമാക്കി. ഇരുട്ടും മഴയും കാരണം വെള്ളിയാഴ്ച രാത്രി 7 മണിയോടെ തിരച്ചിൽ ഭാഗികമായി നിർത്തിവച്ചിരുന്നു. ശനിയാഴ്ച രാവിലെ മുതൽ തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചു. കണ്ണൂർ പുതുവാശ്ശേരി സ്വദേശി റഹീമാണ് പുഴയിൽ ചാടിയത്. റഹീമിനോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന ചെറുവാഞ്ചേരി സ്വദേശി ഹാരിസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്വദേശി നിതിൻ എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. കർണാടകയിൽ നിന്നും ഇന്നോവ ക്രിസ്റ്റ കാറിൽ കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പോലീസ് പരിശോധനയ്ക്കായി വാഹനം നിർത്തുവാൻ ആവശ്യപ്പെട്ടത്. വാഹനം നിർത്തി വെളിയിലിറങ്ങിയ റഹീം പോലീസിന്റെ ചെക്ക് പോസ്റ്റിന് സമീപമുള്ള ഊടുവഴിയിലൂടെ ഓടി പുഴയിൽ വെള്ളത്തിൽ ചാടി. വീഴ്ചയുടെ ആഘാതത്തിൽ പുഴയോരത്തെ മരത്തിലെ വള്ളിയിൽ പിടിച്ച് അല്പനേരം നിന്നുവെങ്കിലും പിടി ദുർബലമായി വിട്ടുപോവുകയായിരുന്നു. കുത്തൊഴുക്കുള്ള പുഴയിൽ വീണൊലിച്ചുപോയ റഹീമിനെ 100 മീറ്റർ താഴെയുള്ള കച്ചേരിക്കടവ് പാലത്തിന് സമീപം വരെ പ്രദേശവാസികൾ കണ്ടിരുന്നു. പുഴയിൽ മീൻ പിടിച്ചിരുന്നവർ റഹീമിന്റെ സഹായാഭ്യർത്ഥന കേട്ടെത്തുമ്പോഴേക്കും പാലത്തിന് താഴേക്ക് ഒഴുകിപ്പോയിരുന്നു. ബാരാപ്പോൾ പേരട്ട പുഴകൾ സംഗമിക്കുന്ന കൂട്ടുപുഴയിൽ ശക്തമായ അടിയൊഴുക്കും കയങ്ങളും നിറഞ്ഞ പ്രദേശമാണിത്. സാധാരണയായി പുഴയിൽ വെള്ളമുയർന്നാൽ പ്രദേശവാസികൾ പോലും പുഴയിൽ ഇറങ്ങാറില്ല. റഹീം പോലീസിനെ ആക്രമിച്ച കേസിലുൾപ്പെടെ സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ് പറയുന്നു. റഹീമിന്റെ വാഹനത്തിൽ നിന്നും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. കാണാതായ റഹീമിന്റെ പേരിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. കാപ്പ കേസിലെ പ്രതിയായ ഇയാൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കണ്ണൂരിൽ പോലീസ് ആക്രമണ കേസുൾപ്പെടെ നിരവധി NDPS കേസിലെ പ്രതികളാണ് പുഴയിൽ ചാടിയ റഹീമും ഒപ്പമുണ്ടായിരുന്ന 2 പേരും. കോഴിക്കോട് ജില്ലയിൽ നിന്നും കാപ്പ ചുമത്തി ജില്ലയ്ക്ക് പുറത്താക്കിയ ഗുണ്ടയാണ് നിതിൻ. ഇയാളും പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. ഹാരിസിന്റെ പേരിൽ കളവ് കേസും കഞ്ചാവ് കൈവശം വെച്ചതിനും കേസ് നിലവിലുണ്ട്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് പ്രതി പുഴയിൽ ചാടിയത് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ജില്ലാ സ്കൂബ ടീം, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്, ആപദാമിത്ര, ഒരുമ റെസ്ക്യൂ ടീം ഉൾപ്പെടെ നീന്തൽ വശമുള്ള വലിയ സന്നാഹമാണ് കൂട്ടുപുഴ മുതൽ ഇരിട്ടി പുഴ വരെയുള്ള തിരച്ചിൽ നടത്തുവാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, ഗോൾഡ് കോയിൻസ്, മൊബൈൽ ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ 199 രൂപ മുതൽ. സാരികൾ, ലേഡീസ് വെയറുകൾ, ജെന്റ്സ് വെയറുകൾ, കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. വെഡ്ഡിംഗ് സാരികൾ, ലെഹങ്കകൾ, ഗൗണുകൾ, സൂട്ടുകൾ, ധോത്തികൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ. ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി.